ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം 12 വർഷത്തിന് ശേഷം പുനരാവിഷ്കരിച്ചു. നിവിൻ പോളി നായകനായ ബി ഉണ്ണികൃഷ്ണൻ സിനിമയുടെ ചിത്രീകരണത്തിനായാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഇന്ന് രാവിലെ മുതൽ സമരം പുനരാവിഷ്കരിച്ചത്. RD ഇലുമിനേഷൻസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേര് ഇനിയും തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമയാണ് അണിയറയിൽ ഒരുങ്ങുന്നതെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മീര മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ 2013 നടന്ന സംഭവ വികാസങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു സിനിമ ഒരുങ്ങുകയാണ്. തലസ്ഥാനത്ത് ഒരു മാസമായി ഇതിന്റെ ഷൂട്ട് പുരോഗമിക്കുകയാണ്. നിവിൻ പോളിയാണ് നായകനായി എത്തുന്നത്. പുതുമുഖമായിട്ടുള്ള നീതു ആയിരിക്കും ചലച്ചിത്രത്തിലെ നായികയായി എത്തുന്നത്. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ നായരാണ് സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധാനവും നിർവഹിക്കുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അതോടൊപ്പം മറ്റു ചില സംഗതികളെയും കൂടി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥയ്ക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്, അത് സിനിമ കണ്ട് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ നിങ്ങളൊരു 1-to-1 റെഫറൻസ് ഒന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കണ്ടതും കേട്ടതും പരിചിതമായ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചു പോകുന്ന സിനിമയാണ്. നിവിൻ പോളിയോടൊപ്പം ബാലേന്ദ്രമേനോൻ സാറും ഇതിനകത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ ചെയ്തു. പിന്നെ ഒട്ടനവധി ആളുകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസമായി ഇതിന്റെ ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടരുകയാണ്. അടുത്ത മാസങ്ങളിൽ ഉൾപ്പെടെ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലും ചിത്രീകരണമുണ്ട്. എന്തായാലും 4 ക്യാമറയും 4000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് നിലവിൽ ഈ തിരുവനന്തപുരത്ത് ഈ ഒരു സംഭവവുമായി ഈ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് 2013 LDF നടത്തിയിട്ടുള്ള സെക്രട്ടേറിയറ്റ് വളയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു രംഗമാണ്. നിരവധിയായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും RD ഇലുമിനേഷൻസും ശ്രീ ഗോകുലം മൂവീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇത് കൂടാതെ നിവിൻ പോളിയെ കൂടാതെ ബാലചന്ദ്രൻ മേനോൻ, ഹരിശ്രീ അശോകൻ, ഷറഫുദ്ദീൻ തുടങ്ങിയ നടന്മാരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്തായാലും അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഈ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. തിരുവനന്തപുരത്തു നിന്നും മീര മനോഹരൻ, ന്യൂസ് മലയാളം.